തവനൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. തിരൂരിലെത്തിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് മീഡിയ വിഷൻ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത്. ഡോക്ടർ KT ജലീൽ അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. വീട്ടിൽ നിന്നും അദ്ദേഹം ഇറങ്ങി തിരൂരിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. തവനൂരിലെ രാവിലെ 10 മണിയോടെ വളാഞ്ചേരി കാവുമ്പുറം ഗസൽ വീട്ടിൽ നിന്നും ഇറങ്ങിയ ഡോക്ടർ KT ജലീൽ തവനൂർ LDF മണ്ഡലം കമ്മിറ്റി ഓഫീസിലെത്തി. തുടർന്ന് ഓഫീസിൽ നിന്നും തിരൂരിലെത്തുകയും തിരൂർ RDO ദിലീപ് K കൈനിക്കര IAS മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുമായിരുന്നു. ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്തു. 2011 കോൺഗ്രസിലെ VV പ്രകാശുമായി മത്സരിച്ചതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ മത്സരമെന്ന് ഡോക്ടർ KT ജലീൽ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സന്ദർഭത്തിൽ തൊട്ടു മുമ്പ് നടന്ന 2010 തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഏകദേശം 8000-ലധികം വോട്ടുകൾക്ക് LDF പിന്നിലായിരുന്നു, എന്ന് വെച്ചാൽ UDF മുന്നിലായിരുന്നു. അന്ന് 7 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകളും UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ഒരു പഞ്ചായത്ത് എടപ്പാള്, അവിടെ നറുക്കെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം LDF-നും വൈസ് പ്രസിഡന്റ് സ്ഥാനം UDF-നുമാണ് കിട്ടിയത്. ശരിക്കും ഒറ്റ പഞ്ചായത്ത് മാത്രം, വട്ടംകുളം മാത്രമാണ് LDF-ൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അന്ന് DCC പ്രസിഡന്റായിരുന്ന VV പ്രകാശാണ് മത്സരിച്ചത്. ഏറ്റവും ജെന്റിലായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് നടന്നത്. അപ്പോൾ അന്ന് അവർ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ പരസ്പരം ജയിക്കാൻ വേണ്ടി തന്നെയാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഒക്കെ കടന്നു വരും. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. അതിനെ വളരെ ആരോഗ്യപരമായിട്ട് തവനൂരിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം VP സാനു, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് R മുഹമ്മദ് ഷാ, CPI ജില്ലാ കമ്മിറ്റി അംഗം KN ഉദയൻ, CPIM തവനൂർ ഏരിയ കമ്മിറ്റി അംഗം A ശിവദാസൻ, KP ശങ്കരൻ, അഫ്സൽ തുടങ്ങിയവർ ഡോക്ടർ KT ജലീലിനെ അനുഗമിച്ചു. ബാബു എടയൂർ, ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.